ഹലോ ഗേസ്, ഞാൻ അൻഷിഫ്. ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ നമ്മളൊരു ന്യൂസ് കണ്ടു സ്ക്രൈബ് സംവിധാനത്തെക്കുറിച്ചിട്ട്. ഒരു ഷൊർണൂർ സ്വദേശി അർജുനാണ് ആ ന്യൂസ് ഈ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് അനധികൃതമായി സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ കുട്ടികളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുന്നു. അങ്ങനെ എഴുതിപ്പിക്കുന്നു എന്ന് തന്നെ പറയണം. ഈ കുട്ടികൾക്കോ പാരൻസിനോ ഇത് വലിയ ഒരു അറിവില്ലാത്ത കാര്യവും അങ്ങനെ എഴുതിക്കുന്നു. അതായത് അദ്ദേഹം പുറത്തുവിട്ട കണക്ക് പറയുമ്പോൾ 2021 10,000 സംതിങ് പേരാണ് സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ചിട്ട് എക്സാം എഴുതിയത്. ഇപ്പോൾ 2025 ആകുമ്പോൾ അത് 150% വർധനയോടെ 25,000-ലധികം പേരാണ് ഈ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ചിട്ട് എക്സാം എഴുതുന്നത്. വീഡിയോ ഇവിടെ വയ്ക്കാം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. SSLC പരീക്ഷയിലെ സ്ക്രൈബ് സംവിധാനത്തിൽ അട്ടിമറിയത് പരാതി. വിജയ ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി പഠനത്തിൽ പിന്നാക്കമുള്ള വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാൻ സ്കൂളുകൾ സ്ക്രൈബ് സംവിധാനം അട്ടിമറിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥിയും ഷൊർണൂർ ത്രാങ്ങാൽ സ്വദേശിയുമായ അർജുന്റെ പരാതി. അനധികൃതമായി വൈകല്യ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയാണ് സ്കൂളുകൾ സ്ക്രൈബ് സംവിധാനം അട്ടിമറിക്കുന്നത്. അപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ ഇത്രത്തോളം 40% വൈകല്യം കൂടുതലുള്ളവർക്ക് മാത്രമേ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും അധികം വൈകല്യമുള്ള ആൾക്കാർ കേരളത്തിൽ വന്നിരിക്കുന്നു. അതന്നെ വന്നിരിക്കുന്നു എന്നാണ് ഈ 150% വർധനവ് നമുക്ക് കാണുന്നത്. അത് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇത് പല എക്സാമുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് എക്സാമുകൾ എഴുതിപ്പിക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് നടക്കുന്നത് എൻ്റെ അറിവിൽ 10th ക്ലാസ്സിലാണ്. അതായത് ഗവൺമെൻറ് അണ്ടറുള്ള SSLCക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് നടക്കുന്നത്. അതായത് സ്കൂളിൽ 100% കോമ്പറ്റീഷന് വേണ്ടി എൻ്റെ സ്കൂളിൽ 100% കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഈ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികളെ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട്, അതായത് 40%-ലധികം വൈകല്യമുള്ള കുട്ടികളാണെന്ന് വരുത്തി തീർത്തിട്ട് അവർ എക്സാം എഴുതിപ്പിക്കുകയാണ്. അപ്പോൾ എക്സാം എഴുതിപ്പിച്ച് കഴിഞ്ഞാൽ ജയിക്കും, എന്തായാലും ജയിക്കും. അപ്പോൾ ഇത് ഈ ടീച്ചേഴ്സ് 100% വിജയത്തിന് വേണ്ടിയിട്ട് പാരൻസിനെയും കുട്ടിയെയും കൺവിൻസ് ചെയ്യുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നടക്കുന്നത്. അതായത് 10ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞാൽ എന്താ നടക്കുക? 10ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞാൽ നിൻ്റെ ഭാവി പോവും. ഇതൊക്കെയാണ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടല്ലേ. 10ാം ക്ലാസ്സാണ് നമ്മുടെ മെയിൻ. 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ഇല്ലാതെയാവും. ഈ പഠനത്തിൽ പിന്നോക്കമിട്ട് നിൽക്കുന്ന ഈ കുട്ടികളെ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, ഇവരുടെ പേരൻസിനെയും ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. ലക്ഷ്യം ഇവരുടെ 100% വിജയമാണ് ഇവരുടെ ലക്ഷ്യം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നെ ഇതിപ്പോൾ നമ്മളെ കുട്ടികളും പാരൻസും പാവങ്ങളാണ്. അവർ ഇപ്പോൾ കുട്ടികൾ വിചാരിക്കുന്നത് 10ൽ തോറ്റു കഴിഞ്ഞാൽ, ടീച്ചർ പറഞ്ഞു 10ൽ തോറ്റു കഴിഞ്ഞാൽ എന്താവും, അപ്പോൾ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ചിട്ട് എക്സാം എഴുതിക്കാം, അപ്പോൾ ഞാൻ ജയിക്കും, അപ്പോൾ എനിക്ക് മുന്നോട്ടും ഒരുപാട് പോവാം. പാരൻസിനെ ഇങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് നിങ്ങളുടെ കുട്ടി ജയിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. ഈ പാവങ്ങളാണ്, കുട്ടികളും പാരൻസും പാവങ്ങളാണ്. അങ്ങനെ കൺവിൻസ് ചെയ്തിട്ട് ഇവർ എക്സാം എഴുതിപ്പിക്കുകയാണ്. നിങ്ങളിത് ആലോചിക്കണം. അതായത് ഈ 100% വിജയം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ എക്സാം എഴുതിപ്പിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇവനൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഇവൾക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഒരുപാട് ജീവിതം 10th അല്ലല്ലോ ജീവിതം, അത് കഴിഞ്ഞിട്ട് ഒരുപാട് മൂവ് ചെയ്യാനുണ്ട് ജീവിതം. നിങ്ങൾ ആലോചിക്കണം. അതായത് ഇപ്പോൾ ഈ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ചിട്ട് എക്സാം എഴുതിയ ഇവനെ ഇപ്പോൾ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവന് എങ്ങനെയാണ് സമൂഹം കാണുക? അല്ല, ഇവളെങ്ങനെയാണ് സമൂഹം കാണുക? അവൻ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ച് എക്സാം എഴുതി, അവൾ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ച് എക്സാം എഴുതി, അവന് വൈകല്യമുണ്ട്. അതായത് വൈകല്യമില്ലാത്ത ഒരാളെ നിങ്ങൾ വൈകല്യത്തിലേക്ക് മോഹിപ്പിക്കുകയാണ് ഇത് നടക്കുന്നത്. അതായത് ഇവന് തുടർന്ന് ഒരുപാട് ജീവിതമുണ്ട്. ഇവന് ജോലിക്ക് പോകണം, ഇവന് അങ്ങനെ പോകണം, അതായത് ഒരു ജോലിക്ക് പോകണം, അങ്ങനെ അതിന് പോകണം. ഇപ്പോൾ എല്ലാവർക്കും ഗവൺമെൻറ്റിൽ ജോലി കിട്ടില്ല. ഇപ്പോൾ ഈ വൈകല്യമുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടാൽ ചിലപ്പോൾ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഇത് കൺസിഡറേഷൻ ഉണ്ടായിരിക്കാം. ഇപ്പോൾ PSC എഴുതി ജോലി ചെയ്യുമ്പോൾ ഇവന് 40% കൂടുതൽ വൈകല്യമുണ്ട്, അപ്പോൾ ഇവന് ഇതുകൊണ്ട് എക്സാം എഴുതിപ്പിച്ചു, അപ്പോൾ ഇവന് വല്ല കൺസിഡറേഷൻ കിട്ടിയേക്കാം. പക്ഷേ ഇവന് ഗവൺമെൻറ്റിൽ തന്നെ എല്ലാവർക്കും ജോലി കിട്ടില്ലല്ലോ. ഇപ്പോൾ പ്രൈവറ്റായിട്ട് ജോലി കിട്ടുമ്പോൾ അവൻ്റെ ഈ SSLC സർട്ടിഫിക്കറ്റ് കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവന് സ്ക്രൈബ് ഉപയോഗിച്ചാണ് എക്സാം എഴുതിയിരിക്കുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു ഭാവി ജീവിതം വേറെ ഉണ്ട്. അതായത് ദാമ്പത്യ ജീവിതം, കല്യാണം. ഇപ്പോൾ ഒരു കല്യാണാലോചന, ഇവനൊരു കല്യാണാലോചന വരികയാണ്. ഇപ്പോൾ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ച് 40% കൂടുതൽ വൈകല്യമുള്ള ഒരാളെ എക്സാം എഴുതിയ ഒരാളാണ് ഇവന്. ഇവൻ്റെ ഓപ്പോസിറ്റ് പാർട്ടികൾക്ക് ഈ ന്യൂസ് ലഭിക്കുകയാണ്. അപ്പോൾ എന്താ അവർ വിചാരിക്കുക? ഇവന് വൈകല്യമുണ്ട്, ഇവന് അതുണ്ട്, അവൾക്ക് വൈകല്യമുണ്ട്, ഇങ്ങനെയല്ലേ എല്ലാവരും വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇവൻ്റെ ഭാവി ജീവിതത്തെയും കൂടിയാണ് ഇവളുടെ ഭാവി ജീവിതത്തെയും കൂടിയാണ് നിങ്ങളിത് ബാധിപ്പിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ടീച്ചേഴ്സിനോടും സ്കൂളിനോടും പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ ഈ കുട്ടിയെ ഭാവി ജീവിതം ഇല്ലാതാക്കരുത്. പിന്നെ ഈ 10ൽ തോട്ടുകൊണ്ടൊന്നും ഒന്നും ഉണ്ടാവാൻ പോവില്ല.
അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പാരൻസും കുട്ടികളും മനസ്സിലാക്കണം, ടീച്ചേഴ്സും മനസ്സിലാക്കണം. ഈ 10 അല്ല ലൈഫ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് നമുക്കറിയില്ല. പിന്നെ പറയാനുള്ളത് കുട്ടികളോടോ പാരൻസിനോടാണ്. ഇപ്പോൾ ഇങ്ങനെ എക്സാം എഴുതിയ കുട്ടികളോടും ഇപ്പോൾ ഓൾറെഡി അവർ എക്സാം എഴുതിയിട്ടുണ്ടാവും. അത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടല്ല, നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കണം. നമുക്കറിയാം 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു 15 വയസ്സുള്ളൂ. 15 വയസ്സായ ഒരാളെ കൺവിൻസ് ചെയ്യാൻ എത്ര എളുപ്പമാണ്. ആ പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ എത്ര എളുപ്പമാണ്. നിങ്ങളുടെ മകൻ ഭാവിയിൽ 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ എന്ത് നടക്കും, അവൻ്റെ ഭാവി ഇല്ലാതെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺവിൻസ് ആവുകയാണ്. അത് നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്. ഇനിയിപ്പോൾ നിങ്ങളിത് എക്സാം എഴുതി, ഇനി മൂവ് ഓൺ ചെയ്യുക. ഒന്നും നടക്കാനൊന്നും പോയില്ല. മൂവ് ഓൺ ചെയ്ത് മൂവ് ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു ന്യൂസ് വന്നതുകൊണ്ട് നിങ്ങൾക്ക് വേദനിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളല്ല ഇതിൻ്റെ കുറ്റവാളികൾ. നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ സ്കൂൾ നിങ്ങളെ കൺവിൻസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളല്ല കുഴപ്പക്കാർ. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് ഇത് ഇനി ഒരുപാട് ജീവിതമുണ്ട്. ഇത് മറന്നിട്ട് മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 10ൽ തോറ്റാലൊന്നും ഒന്നും സംഭവിക്കാൻ പോണില്ല. 10ൽ തോറ്റാലോ, +2ൽ തോറ്റാലോ, കോളേജിൽ തോറ്റാലോ, ഇനിയിപ്പോൾ ജീവിതത്തിൽ തോറ്റാലും ഒരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, മൂവ് ഓൺ ചെയ്തിട്ട് പോവുക. ഒന്നും തോറ്റാലൊന്നും ഒന്നും വരാൻ പോണില്ല. ഇവിടെ എന്താ ഇപ്പോൾ തോറ്റ വരാൻ പോകുന്നത്? ഒരു കുന്തവും വരാൻ പോണില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഇവിടെ തോറ്റ എന്താ വരാൻ പോകുന്നത്? ജീവിതത്തിൽ തോറ്റ എന്താ വരാൻ പോകുന്നത്? അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ അർജുന് സപ്പോർട്ട്.